ഹലോ, ഇന്ന് സിമ്പിളായിട്ട് ഒരു മജ്ബൂസ് ഉണ്ടാക്കിയാലോ? അത് കുക്കറിലെ. അപ്പം നമുക്കത് നോക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പച്ചമുളകും ഒരു ഡ്രൈ ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, അതായത് ജസ്റ്റ് ഒന്ന് ചതച്ചതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് 2 വലിയ തക്കാളി അരച്ചത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു മാഗി ക്യൂബും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ടൊരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. മജ്ബൂസ് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കുറച്ച് വലിയ പീസാക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മളിത് കറക്കി കട്ട് ചെയ്യിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ അത് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കന് ഒരു വിസിൽ വന്ന വരയ്ക്കും വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് നമ്മൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ മാത്രം മാറ്റിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ റൈസും കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുക്കർ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മജ്ബൂസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.